ഒരു വേദഭാഗം വായിക്കുന്നു. I would like to read a passage. 2 Corinthians, 2 Corinthians chapter 10, അതിൻ്റെ 3ഉം 4ഉം വാക്യം വായിച്ചാൽ. ചാപ്റ്റർ 10. Praise the Lord. Hallelujah. ഈ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് കർത്താവ് ഇടപെട്ടല്ലോ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിസി എബ്രഹാമിൽ കൂടി ദൈവത്തിൻ്റെ വചനം ശക്തമായി നമ്മോട് സംസാരിച്ച് വീണ്ടും ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, പകൽക്കാലം കർത്താവ് അടിയങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അടിയങ്ങളോട് സംസാരിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രവൈതലേറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്ത പുതിയ വർഷത്തിനായി സ്തോത്രം. കർത്താവ് കൂട്ടിയെടുത്ത് എല്ലാവർക്കുമായി സ്തുതിക്കുന്നു. അടിയങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. വചനത്തിൽ കർത്താവെ വേരൂന്നി വളരുവാൻ കർത്താവ് സഹായിക്കണമേ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ അടിയങ്ങളെ അവിടുന്ന് പഠിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥകടനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ടുഡേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദി സ്പിരിച്വൽ വാർഫെയർ. ആത്മീയ യുദ്ധത്തെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദ തീം ഓഫ് മൈ മെസ്സേജ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദി എനിമി. ശത്രുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. There are 3 enemies in this world. Number 1, flesh, that is an enemy. World, that is second. The third one is the real enemy, is Satan. 3 ശത്രുക്കളാണ് നമുക്ക് ലോകത്തിലുള്ളത്: ലോകം, ജഡം, പിശാച്. There are 2 main kingdoms in this world: the kingdom of God and the kingdom of Satan. Even if you don't accept, there are spiritual warfares. നാം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ആത്മീയ യുദ്ധം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. Although we are born in this world, we are not from this world. Our body is from this world, this material world, but our spirit is from the other world. God breathed the spirit in our life and we became a spirit being. Because we are from the spirit world, all our activities have a eternal impact. നമ്മൾ ആത്മീയ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജഡം ലോകത്തിലുള്ളതാണെങ്കിലും നമ്മുടെ സ്പിരിറ്റ് അത് മറ്റുള്ള ഒരു ലോകത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങൾക്കും നിത്യതയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. Recently I went to India and I heard a story of a family. In that family, most of the men die before 60. ഈ ഭവനത്തിൽ 60 വയസ്സിന് മുമ്പേ പുരുഷന്മാരൊക്കെ മരിച്ചു പോവുകയാണ്. ഒരു 3 ഈയിടെ ഒരാൾ മരിച്ചുപോയി. So I was asking the other person, what is the reason? Is there any spiritual warfare that is in my mind? And the other person told me their grandfather or father or grandfather cheated one person, steal the money, a poor person's money, and brought a land. These people are living in that land right now. അദ്ദേഹത്തിൻ്റെ അപ്പനോ വലിയപ്പനോ ആരോ ഒരു പാവം പിടിച്ച മനുഷ്യനെ മോഷ്ടിച്ച് അവനെ ചീറ്റ് ചെയ്ത് ആ പണം കൊണ്ട് ഉണ്ടാക്കിയ സമ്പത്തിലാണ് അവർ താമസിക്കുന്നത്. Maybe that is a reason. So there are some spiritual warfare. Many years ago, one Calvary Chapel pastor came to North India with me in Punjab. When he returned, he told me, he shared with me, Saji, I have a spiritual attack. That became a physical attack. So spiritual warfare is real. Things are happening in the unseen world. Not only the Pentecostal preachers are preaching about the
spiritual warfare, but preachers like other non-Pentecostal preachers like Charles Stanley, John MacArthur, Billy Graham, David Jeremiah, Charles Spurgeon, John Piper, they all preach about the spiritual warfare. If you are a spiritual person, you have to understand the spiritual warfare. In this hour, we have to acknowledge that the enemy is powerful. ഈ യുദ്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ശത്രു പ്രബലനാണ്. But we don't have to fear the enemy because our Jesus is victorious. ശത്രുവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം യേശു ജയിച്ചിരിക്കുന്നു. In the Bible, there are different names for Satan. Revelation chapter 12 verse 10 called accuser, അപവാദി എന്ന രാവും പകലും നമുക്ക് നേരെ അപവാദം പറയുന്ന വ്യക്തി. 1 Peter chapter 5 verse 8 adversary, എതിരാളി, സാധാരണക്കാരനല്ല. Matthew chapter 13 verse 39 enemy, ശത്രു എന്നാണ് പറയുന്നത്. He is against all the spiritual activities. We have an enmity with him. Other name for the Satan is, he is the father of lies. John chapter 8:44. Can you show that one? John chapter 8:44. John chapter 8:44. You can read, you are the father of the devil, and the desires of your father you want to do. He was a murderer from the beginning. Look at the name. He was a devil. He is a murderer and does not stand in the truth. അവൻ സത്യത്തിൽ നടക്കുന്നില്ല, because there is no truth in him. അവന് സത്യമേ ഇല്ല. When he speaks lie, അവൻ കള്ളം പറയുമ്പോൾ, പോഷ്ക് പറയുമ്പോൾ, he speaks from his own resource. അവന് സ്വന്തത്തിൽ നിന്ന് എടുത്താണ് പോഷ്ക് പറയുന്നത്. അവൻ പോഷ്കിൻ്റെ അപ്പനുമാണ്. So there are a lot of names here. Devil, പിന്നെ പോഷ്ക് പറയുന്നവൻ, murderer, there is no truth in him, liar. So these are the names for Satan. Another name, Revelation 2:22, he is an old serpent. Colossians 1:13, he is called the power of darkness. John chapter 14:13, is called the prince of this world. Matthew chapter 12:24, he is called the prince of the devils. John chapter 10 verse 10, the thief come only to steal and kill. He is called the thief. Ephesians chapter 2 verse 2, he is called the prince of the power of the air, അന്ധകാരത്തിൻ്റെ പ്രഭു. Ephesians chapter 6 verse 12, he is called the ruler of the darkness of this world. സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുടെ അധിപൻ. 1 Chronicles chapter 21 verse 1, he is called Satan. Genesis chapter 3 verse 4, he is called the serpent. Matthew chapter 4 verse 3, he is called the tempter. He is always tempting us. He is always tempting to watch the, YouTube. He is always tempting us to watch the lot of things here. He is tempting you to play the games. He is tempting you to watch the YouTube, TVs. He is a tempter. That is called the tempter. Isaiah chapter 14 verse 12, he is called the Lucifer. Revelation chapter 20 verse 20, he is called the dragon. He was a serpent, now he is a dragon. He is also called Apollyon, Beelzebub, the evil one, the fallen angels, the wonder worker. There are many names for the Satan. He is the enemy, he is the real. He has a false ministry, he got a false gospel, he got a false prophets, he got false pastors, he got false trinity. ഈ ശത്രുവിന് അനേക പേരുകളുണ്ട്. അപ്പോൾ അവന് വേറെ സുവിശേഷമുണ്ട്, വേറെ യേശുവുണ്ട്, വേറെ തൃത്വമുണ്ട്. He is a person, he walks, he talks, he performs miracles, he influences, he counterfeits, he destroys,
he manipulate, he rule, he control, he attract, he act, he quote the scripture, he bring disunity in the church, in the family. He cause confusion, he brings sickness, he influence your mind. Maybe he can send you to depression also. ശത്രു ഒരു സാധാരണ വ്യക്തിയല്ല. അവൻ നടക്കും, ഈസ് എ പേഴ്സൺ ആയത്, ഒരു വ്യക്തി ആയതുകൊണ്ട് അവൻ നടക്കും, അത്ഭുതം ചെയ്യും, സ്വാധീനിക്കും, തകർക്കും, ഭരിക്കും, കൃത്രിമം കാണിക്കും, ആശയക്കുഴപ്പമുണ്ടാക്കും, വ്യാജം കാണിക്കും. അതെല്ലാം ശത്രു ചെയ്യും. ബട്ട് ഡോണ്ട് ബ്ലെയിം സൈറ്റൻ ഫോർ എവരിതിങ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യത്തിനും ശത്രുവിനെ കൈ ചൂണ്ടരുത്. പലപ്പോഴും പാപമാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നത്തിനും കാരണം. സിൻ ഈസ് ദ മെയിൻ റീസൺ ഫോർ മെനി ഓഫ് ദി ഇഷ്യൂ. സംടൈംസ് ദ നാച്ചുറൽ തിങ്സ്, if you just walk outside the cold day without proper jacket, you became sick. Natural things. So don't blame Satan for everything, but we have to understand that there are spiritual warfare. നാം മനസ്സിലാക്കണം, ആത്മീയ യുദ്ധം എന്നുള്ളത് ഒരു റിയലാണ്. 2 Corinthians chapter 2 verse 11. 2 Corinthians 2:11. Satan should not take advantage of us, for we are not ignorant of his devices. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. എല്ലാ രക്ഷിക്കപ്പെട്ട വ്യക്തിയും സാത്താന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം. He is after our children. Satan attracts our children through games, music, TV programs. Not only children, he attracts all of us through music and different things. When you hear the music, listen, be careful. But we have the victory. We can get the victory. When you acknowledge the victory of Jesus, we have the victory. Hallelujah. How many of you believe that we have the victory in the name of Jesus? The history of this war did not begin with the Garden of Eden. പിശാചുമായിട്ടുള്ള ദൈവത്തിൻ്റെ യുദ്ധം ആരംഭിച്ചത് ഏദൻ തോട്ടത്തിൽ മാത്രമല്ല. Even before the Garden of Eden, we can see the war between God and this enemy. When God, started the Garden of Eden, he made the Garden of Eden in the territory of Satan. സാത്താന്റെ കോട്ടയിലാണ് ദൈവം ഈ ഗാർഡൻ പണിതത്, തോട്ടം പണിതത്. Even before maybe the origin of the human being in this world, Satan was here. I think so. But God made this garden here, and the enmity between the God and the enemy was started, even from the, before the garden. But when we see in the garden, we see the real enmity. Satan tempted Adam and Eve. The sin came to this world. God made an alternative plan. But soon, enemy killed Abel. The real worshipper was killed by Cain. But God made some other plan. He raised people like Enoch, Methuselah, Seth. But God, when God raised those people, later on we see that the whole world was filled with the sin. സാത്താൻ ഈ ലോകത്തെ മുഴുവൻ പാപം കൊണ്ട് നിറച്ചു. But God made an ark and saved one family. That is a picture of baptism. ദൈവം ഒരു കുടുംബത്തെ, നോഹയുടെ കുടുംബത്തെ രക്ഷിച്ചു. But Satan made another plan. He made a tower of Babel. God destroyed that tower. But God made another plan. He called Abraham. The faith movement was started.
A new generation was called, a new country was born called Israel. But now the children of God end up in Egypt under the bondage 400 years. Now God raised another man called Moses. He went and proclaimed, let my people go. People are under bondage. They need to worship the Lord. എൻ്റെ ജനം പാപത്തിൽ കിടക്കുകയാണ്. എൻ്റെ ജനം അന്ധകാരത്തിൽ കിടക്കുകയാണ്. എൻ്റെ ജനത്തെ വിടുവിക്കുക. Let my people go. When God made every move, Satan made another plan. Number 1, number 2, number 3, number 4, number 7, number 8, number 10. Here comes one. The final redemption through the Lamb of God. The final redemption through the Lamb of God. Satan was defeated. But Satan was not sitting quietly. They went through the wilderness. Finally, at the end of the wilderness, what we see? മരുഭൂമിയുടെ അവസാനം സംഭവിച്ച എന്തുവാ? Satan, there are a lot of issues in between. I am not going to go there. But the end of the journey, we see Prophet Balaam. A false prophet came and prophesied. But God spoke to that prophet. ദൈവം ബിലിയാമിനോട് സംസാരിച്ചു. And he just foiled the plan. But the enemy was not sitting, keep quiet. The Balaam, what they did? Now the Balaam came to the enemies and advised the enemies to act in a different way. ബിലിയാം വന്ന് മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകളെ സൗന്ദര്യമുള്ളവരെ അണിയിച്ചൊരുക്കി ഇസ്രായേൽ പാളയത്തിലേക്ക് വിട്ടാൽ അവിടുത്തെ യങ്സ്റ്റേഴ്സ് എല്ലാവരും അവരുടെ പുറകെ വയ്ക്കോളും. How many people died? We know that. But Moses, he was a smart man. He was a man of God. He understood the plan of the enemy. Hallelujah. He destroyed the plan of enemy. Young people, you have to understand. Don't think that we can convert a person through a marriage. Okay? If I marry this person, I can get a soul. Don't think that. All the young people, those who are going to getting ready for the marriage, maybe you will marry after 10 years or 5 years. Okay. If you are finding somebody, find a believer. If you want to convert a soul, share the gospel. No, not to that person. Share the gospel. Alle? Enemy is always making some plans, but we have to overcome. When they settled in Canaan, God raised an anointed king. His name is David. He killed Goliath. And his son Solomon became a king and he built a beautiful temple. But enemy was not keeping quiet. He sent more girls, more women into the life of Solomon. More money, more fame. Because of the sin, the country was divided into two. The northern kingdom, the southern kingdom. The 10 tribes went away. Only 2 tribes, they went to Babylon. God made them to come back to the land and began to rebuild the temple. Fast forward, God raised many prophets. God spoke to the people. Now 400 years of silent. ഇപ്പോൾ ഒടുവിൽ 400 വർഷക്കാലം അന്ധകാരത്തിൻ്റെ കാലം, സൈലന്റ് കാലം. God is not speaking to the people. ദൈവം സംസാരിക്കുന്നില്ല. The enemy is thought, okay, I am great.
I won. No, God is not speaking right now. But here comes an angel appeared to the Elizabeth. The angel appeared to Mary and gave a good news. Jesus is born. The God became man and he came to this world to destroy this enemy. Hallelujah. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. എന്തിനു വേണ്ടി? ശത്രുവിന്റെ തലയെ തകർക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, മരണത്തെ ജയിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ യേശു ഭൂജാതനായി. ശത്രു പരാജയപ്പെട്ടു. John chapter 10 verse 10, the thief does not come except to steal and to kill and to destroy. Jesus said, I have come to give you life, more abundant life. Satan, you are defeated because I am born again. You are defeated. Me and my family, we will serve the Lord. We see again the baptism of Jesus. We see Jesus was filled with the Holy Spirit. Now we come to Matthew chapter 4 verse 6. പിശാച് എൻ്റെ ഇടയ്ക്ക് പോരാടുന്ന കണ്ടല്ലേ? ഇതൊക്കെ പിശാച് പോരാടും കേട്ടോ. ഞാൻ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് കാലത്ത് ക്യാമ്പസ് ക്വിസുകളിലൊക്കെ ആയിരുന്നപ്പം അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ പോയി ഇങ്ങനെ ഈ ഫിലിം ഷോ കാണിക്കുമ്പം എനിക്കൊന്നും ഈ സ്പിരിച്വൽ വാർഫാറിനെ പറ്റി അറിയത്തില്ല. ഇതെല്ലാം അങ്ങ് തകർന്നു പോകുന്ന പോലുള്ള ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. സോ ദി എനിമി ക്യാൻ വർക്ക് ഇൻ ഡിഫറെൻറ്റ് വേസ്, ബട്ട് വി ഹാവ് ദ വിക്ടറി. ഹല്ലേലൂയ. How many of you believe that? Praise the Lord. So here we see the temptation of Jesus. Let's look into that temptation, then we will finish and we'll sing some songs. From Matthew chapter 4 verse 6. Hallelujah. Matthew 4 verse 6. There are three temptations. How Jesus overcome this temptation so that we also got the victory. Matthew 4 verse 6. If you are the Son of God, throw yourself down, for it is written, he shall, no, that is not the first one. The first temptation, if you are the Son of God, command that the stones become bread. Naturally, Jesus is hungry. He wanted to eat some food. And he can do this miracle. This is not a big thing. But Jesus overcome. We see this almost the same temptation in the Garden of Eden. Look at, the Genesis chapter 3. Satan told Eve, has God indeed said, you shall not eat every tree of the garden. Here we see Satan questioning God's authority. Has God indeed said, you shall not eat? ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു സംശയമല്ലേ? Jesus told Satan, man shall not live by bread alone, but every word that proceeds from the mouth of God. ദൈവം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. We should not be, ashamed to bring your Bible to the church. Don't bring computer, okay? Don't bring the phone. Bring your Bible. You can shame the enemy by bringing your Bible to the church. You can shame the enemy through your devotion. You can shame the enemy through the reading of the scripture. Because scripture is now very important. We heard today. ദൈവം തൻ്റെ വചനത്തിൽ കൂടി നമ്മളെ പണിയുന്ന മുഖാന്തരത്തിനായി സ്തോത്രം ചെയ്യാറുണ്ട്. So we see almost the same temptation in the Garden of Eden, but Jesus overcome that temptation. Number 2, Matthew chapter 4 verse 6. If you are the Son of God, throw yourself down, for it is written, he shall give his angels charge over you.
നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. Look at the temptation in the Garden of Eden. Genesis chapter 3 verse 4. The serpent said to the woman, you will not surely die. You will not die. Eat the fruit. You will be protected. That is what Satan says. Jump from the above. You will not die. If Jesus jumps, what happens? If Jesus jumps from the pinnacle of the temple, all the people will come together. Oh, what is this happening? The attention of Jesus will be diverted. The angels are bringing Jesus down, because the Jews gave much importance to the angels. Many of them worshipped angels. So what Jesus said, what is the answer of Jesus? You shall not tempt the Lord your God. Angels are not important. Jesus is important. The miracles are not important. അത്ഭുതമല്ല പ്രാധാന്യം അർഹിക്കുന്നത്. ജീസസ്, യേശുവാണ് പ്രാധാന്യം അർഹിക്കുന്നത്. Sometimes we don't see the guardian angels with our vehicle, but Jesus is with you. The Lord is with you. ഒരുപക്ഷെ ചിലപ്പോൾ ദൂതന്മാരെ കണ്ടില്ലെങ്കിലും അത്ഭുതം കണ്ടില്ലെങ്കിലും, ഹല്ലേലൂയ, ഈ പകൽക്കാലം കേട്ടതുപോലെ ദൈവം നമ്മളെ പണിയുന്ന ചില സമയങ്ങളിൽ, ഹല്ലേലൂയ, അത്ഭുതം കണ്ടില്ലെങ്കിലും യേശു നമ്മോട് കൂടെയുണ്ട്. ജീസസ് ഈസ് വിത്ത് us. That is what Jesus says. Fix your eyes on Jesus, not to the miracles. Fix your eyes on Jesus, to the Lord, not to the angels. The angels will guard us. That is His promise. That is a scripture. But the Lord is important. The third temptation. The third temptation, Matthew chapter 4, verse 8 to 10. Again, the devil took him upon exceedingly high mountain and showed him all the kingdoms of the world and their glory. And he said to him, all these things I will give you if you fall down and worship me. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് യേശുവിനോട് സാത്താൻ പറഞ്ഞു. Genesis chapter 3 verse 6. Genesis 3:6. Very, very similar temptation. So when the woman saw that the tree was good for the food, that it was pleasant to the eyes, and what happened? Women fall into the trap of Satan. ആ പാപത്തിൽ ഹവ്വ, മനുഷ്യൻ വീണുപോയി. Here Jesus saw the whole kingdom, and Jesus told the Satan, you shall worship the Lord your God, and him only you shall serve. അവനെ മാത്രമേ ആരാധിക്കാവൂ. Praise the Lord. Our money is not important. Our house is not important. Our job is not important. What is important? Worship is important. The Lord is important. The scripture is important. God can give you everything. My God shall supply all your needs. But serve the Lord with all your heart, with all your mind, with all your soul. That is most important thing. That is what Jesus says. Here look at, Satan says, if you fall down and worship, I will give you everything. ഇന്ന് ഇത് പെന്തക്കോസ്തുകാർ കേൾക്കാൻ നോക്കിയിരിക്കുക. കമന്ന് വേണേ വീഴും. ഇങ്ങനെ മുട്ടുകൊത്തല്ല, കമന്ന് വീഴും. കാണാൻ ഇത് ലോട്ടറി അടിക്കുന്നതല്ലയോ. ഇന്നാളി ഞാൻ നാട്ടിൽ ചെന്നപ്പോഴേ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾക്ക് ലോട്ടറി അടിച്ചു. പാസ്റ്റർ ആളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. ദൈവം അത്ഭുതം ചെയ്ത് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആരും കരങ്ങൾ ഉയർത്തരുത്. നമ്മുടെ ചർച്ചിലും ലോട്ടറി വാങ്ങിച്ച് ബൈബിൾ വെക്കുന്ന ആൾക്കാർ കണ്ടെന്നിരിക്കും. ലോട്ടറി കൈവച്ച് പ്രാർത്ഥിക്കുന്നവനും കണ്ടെന്നിരിക്കും.
ലോട്ടറി തലയണയുടെ കീഴിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവനെ കണ്ടെന്നിരിക്കും. ലോട്ടറി കിട്ടിയ ഒരുത്തരും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. അവരെല്ലാം വീണ്ടും ശപിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ലോട്ടറി വാങ്ങിച്ചവരുടെ മുഴുവൻ ശാപമല്ലേ വന്ന് വീഴുന്നേ അല്ലേ? ഇത്രയും ലോട്ടറിയുടെ ശാപം മറ്റുള്ളവരുടെ മുകളിൽ വന്ന് വീഴുന്നേ. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഓ അത് കിട്ടത്തില്ല. സോ ഡോണ്ട് ബൈ ലോട്ടറി പ്ലീസ്. നിങ്ങൾ വാങ്ങിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോട്ടറി വാങ്ങിക്കരുത്. സോ ഹിയർ Satan said, fall down and worship me. Look at, I will take your attention to Isaiah chapter 14 verse 13. Isaiah 14:13. Satan, the Lucifer, അരുണോദയ പുത്രനായ ശുക്രൻ പറഞ്ഞ ചില വാക്ക് കാണാം. 14:13, I will ascend into heaven. I will exalt my throne above the stars of God. I will also sit on the mount of the congregation. ഞാൻ സ്വർഗത്തിൽ കയറും. സാത്താൻ പറയുക, ഞാൻ സ്വർഗത്തിൽ കയറും. എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. That means I will ascend above the angels of the Lord. Verse 14, I will ascend above the heights of the clouds. I will be like Most High. ഞാൻ ദൈവത്തെ പോലെയാകും. ആര് പറഞ്ഞതാ? ആര് ചിന്തിച്ചതാ? Satan, the real Lucifer, was thinking about that. So look at here. Here Jesus is standing. Devil is standing there. Lucifer is standing there. If you fall down, like, fall down. If you fall down and worship me. Fall down means, it's like a prostrate. കമന്ന് വീഴുക. അങ്ങനെ വീണ് നമസ്കരിച്ചാൽ ആരാ മുകളിൽ നിൽക്കുന്നത്? Who is above? Satan is above. Now his kingdom above the throne of God. പിശാചിന്റെ മുമ്പിൽ യേശു വീഴുമ്പോൾ അവന്റെ സിംഹാസനം എവിടെയാകും? കർത്താവിന്റെ സ്ഥാനത്തെക്കാട്ടിൽ മുകളിലാകും. This is an opportunity for him. He was looking for many years. Jesus, just fall down. I will give you everything. സാത്താൻ നോക്കിയിരുന്നൊരു അവസരമാണിത്. വീണ് നമസ്കരിച്ചാൽ പണ്ടവൻ ചിന്തിച്ച കാര്യം. Many years ago, thousands of years ago, he thought in his heart, I can go above the stars of God. I can make my throne above God. Or I'll be like God. This is called pride. This is called pride. Hallelujah. ഇതിനെ വിളിക്കുന്നത് എന്താണ്? പ്രൈഡ് എന്നാണ് വിളിക്കുന്നത്. Hallelujah. I can do. This is pride. Sometimes we have the same nature. I am smart. I will do it. I will show. ഞാൻ കാണിച്ചു തരും. ഞാൻ ആരാണെന്നറിയാമോ? I don't care. This is all pride. എനിക്ക് എൻ്റേത്, ഇത് പ്രൈഡാ. ആര് പറഞ്ഞതാ? പിശാച് പറഞ്ഞതാ. But what is the opposite of pride? What is the opposite of pride? Here Satan says, I will go above. Maybe I will be like God. I want to go above the angels. Look at Philippians chapter 2 verse 5. Philippians 2:5. Let this mind be in you, not like Satan, not the mind of Satan. I can, me. No. Let this mind be in you, which is also in Christ Jesus, whom being in the form of God, he was in the form of God. He was God himself. Did not consider it robbery to be equal with God. Verse 8, he humbled himself. Here Satan, he wanted to go above God. Here Jesus, he humbled himself. Oh,
What is the opposite of pride? Humility. Can you take that nature today? Can you take that nature today? It's very difficult. We have flesh. We have human nature. എനിക്ക് പറ്റും. നമ്മളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. എന്തെങ്കിലും തെറ്റിച്ച് പറഞ്ഞാൽ അല്ലേ, ചില പാത്രമൊക്കെ പറന്നു പോയെന്നിരിക്കും ചിലപ്പോൾ. അല്ല, ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു നോക്കിക്കേ, ആഞ്ഞിലും വീട്ടിക്കൂടും ആരും ഇല്ലല്ലോ. എൻ്റെ കുടുംബം എന്താ കുടുംബമാണ്? ഇതെല്ലാം ഇവിടെ നശിച്ചു പോകുന്ന കുടുംബമേ ഉള്ളൂ. എൻ്റെ അപ്പൻ എന്തോ അപ്പനാ. നമ്മുടെ സ്വർഗത്തിൽ അപ്പനെക്കാട്ടി വലിയ അപ്പനുണ്ടോ? Pride. Take humility. Take humility in your life. Humble yourself. That's what Bible says. Let this mind be in you. This is the picture of Jesus. So Jesus overcome temptation. 3 temptation. Number 1, he confirmed 3 things for us through temptation. Number 1, word of God is important. Word of God is important. Word of God is important. ദൈവത്തിൻ്റെ വചനമാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. Number 2, second temptation. The Lord is important. Miracle is not important. Angels are not important. My Lord is important. Number 3, worship is important. Worship means serve Him. Be with Him. That is important. Don't forget 3 things. എവിടെ ആദാമും പരാജയപ്പെട്ടുവോ അതേ കാര്യത്തിൽ യേശു ജയിച്ചു, നമുക്ക് വേണ്ടി ജയിച്ചു. യേശു ജയിച്ചതിനായി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. He became victorious. He is victorious. Because he is victorious, I can be victorious. Hallelujah. അവൻ ജയിച്ചതുകൊണ്ട് എനിക്ക് ജയിക്കുവാൻ കഴിയും. Hallelujah. Stotram. Let me read one more verse and close. Hebrews chapter 2 verse 8. Hebrew 2 verse 18. Because he himself suffered when he was tempted. Because he himself suffered when he was tempted, he is able to help those who are being tempted. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ള ദൈവമാകുന്നു. He is able to help us. How many of you believe that my God is able to help me? എന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവം. I can't read the Bible. I cannot concentrate. My Jesus overcome. Hallelujah. I'll tell Satan, I am going to overcome. Hallelujah. I am overcome some of the temptation in my life. I am going to overcome some of the test in my life. ജീവിതത്തിലെ ചില പരാജയങ്ങളെ ഞാൻ ജയിക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. കാരണം എൻ്റെ യേശു കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. അവൻ പരീക്ഷണത്തിൽ കൂടി കടന്നു പോയപ്പോൾ കഷ്ടം അനുഭവിച്ചാണ് അവൻ പരീക്ഷണം ഏറ്റെടുത്തെങ്കിൽ ഈ പകൽക്കാലം എന്നെ സഹായിപ്പാൻ മതിയായ കർത്താവാണ്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞൊരു കാര്യം മറന്നു പോകരുത്. വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, ബട്ട് വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. Hallelujah. We are not fighting for victory, but we are fighting from victory. Satan is after our children. Satan is after our children. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, രാത്രിയിൽ ഉറങ്ങുമ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അവർ പ്രായമാവാൻ പറ്റത്തില്ലായിരിക്കാം. When they are young, pray. Satan making, always making some move. When God makes some move, Satan makes some move. Now Satan is taking the authority nowadays. When you look at the world, look at the education system, look at the political system, look at everywhere, if you look at Satan gaining the control of this world. But who can win? You can win. That is what Jesus said.
അതുകൊണ്ട് യേശു പറഞ്ഞത് ലൂക്ക് ചാപ്റ്റർ 23 യേശു പറഞ്ഞിട്ടുണ്ട്, ഡോട്ടേഴ്സ് ഓഫ് ജെറുസലേം, ഡു നോട്ട് വീപ് ഫോർ മീ, ഡോണ്ട് വീപ് ഫോർ ജീസസ്, ബട്ട് വീപ് ഫോർ യുവർ സെൽഫ് ആൻഡ് യുവർ ചിൽഡ്രൻ. വീപ് യുവർ സെൽഫ് ആൻഡ് ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീൻ. പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, കരയുവാനാ പറഞ്ഞത്. കരവീൻ. Hallelujah. Let us weep. Satan is after our children. We can take the victory. We are not fighting for victory, but we are fighting from victory. Let the English worship team please come forward. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. I can do all things through Christ Jesus who strengtheneth me. I can do things through Christ Jesus who overcomes Satan. Hallelujah. He overcome temptation. We are living in a world, the world is lying in the lap of the wicked one. ശത്രുവിൻ്റെ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്ത് നമുക്ക് ജയിക്കുവാൻ കഴിയും. നമുക്ക് മാത്രമേ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. Praise. So next Friday we are going to pray. We are going to spend some times in prayers. Please come. Hallelujah. We don't have a guest speaker. If you are coming for a guest speaker, sorry, there is no guest speaker. But Jesus will come. Holy Spirit will be there. Come and cry and come and pray. Come and pray for your children. Hallelujah. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരവീൻ. അല്പസമയം ഒന്ന് കരഞ്ഞാട്ട്, അല്പസമയം നിങ്ങളുടെ ദൈവസന്നിധിയിൽ നിന്ന് പകർന്നാട്ട്. Humble yourself. In the sight of the Lord, He will lift you up higher and higher and higher and higher. Pride is from Satan. I can do it. Sometimes we are failed. Brothers, you are failed. Sisters, we are failed. I cannot do it. But in the name of Jesus, we can do it. I can build with my Jesus. I can go with my Jesus. I can, hallelujah, do these things with my Jesus.